വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായൊരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നൊരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. കണ്ടോ? രണ്ടാമത് പറഞ്ഞ വിഷയം എന്താ? ഇതിന്റെ സനത് ന്യൂനതയുള്ള സനതാണ്. എന്നാ മൂപ്പർ അവിടെ പറഞ്ഞോ ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല? സനത് ന്യൂനത ഉള്ളതാണ്, അതുകൊണ്ട് നമുക്കിത് അമൽ ചെയ്യാൻ പാടില്ല, അമൽ ചെയ്യൽ ഹറാമാണ് എന്ന് പറയേണ്ട ആൾ എന്താ പറഞ്ഞത്? ഇതിലൊരു പ്രാർത്ഥന ഇല്ല, ഒരു വിളിച്ചു പ്രാർത്ഥന ഇതിലില്ല. മണ്ടിയേരിയോ എന്ന് പറയണമായിട്ട് അതിലൊരു അപാകതയുമില്ല. അപ്പൊ ആരാണ് ഇപ്പൊ മരുഭൂമി ചെന്ന ജിന്നിനെ വിളിക്കാൻ പ്രേരിപ്പിക്കണത്? സക്കരിയ സലാഹിയ തന്നെ. ഹദീസിന് ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അതിലൊരു അപാകത ഇല്ല, വിളിയില്ല പറയണത്. ഒരു വിളിച്ചു പ്രാർത്ഥന ഇല്ല ഇതില്. മണ്ടിയേരിയോ എന്ന് പറഞ്ഞ മറ്റേ സാധാരണ സംഗതിയാണ്. കണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് അതിൽ അപാകത ഇല്ല എന്നാ മൂപ്പര് പറയണത്. ഇത് ദുർബല ഹദീസാണ്, ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. എന്നെ കുറിച്ച് പറഞ്ഞ് കാസർഗോഡ് ഹദീസ് സീഡിയിലുണ്ട്. ഇസാഖ് മോലി നീ കുട്ടികളെ സഹായിക്കാൻ കൊണ്ടേ കൊടുത്തു പറഞ്ഞില്ലേ? കൊണ്ടുവരും ഇസാഖ് മോലി. നിങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ല നിലക്ക് ബഹുമാനിച്ചിരുന്ന ആളുകളാ. നിങ്ങളൊക്കെ നമ്മൾ തൊലി ഉരിക്കും. എവിടെ കാസർഗോഡ് ഹദീസ് സെമിനാറിൽ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? കാസർഗോഡ് ഹദീസ് സെമിനാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അതല്ലേ നിങ്ങൾ തെളിവും കൊണ്ട് നടക്കണത്? ഇപ്പൊ നിങ്ങളെ നേതാവായി കൊണ്ട് നടക്കുന്ന കോക്കസ് നേതാവ് ഇപ്പൊ എന്താ പറഞ്ഞത്? അതിലൊരു അപാകതയില്ല, അതിലൊരു വിളിച്ചു പ്രാർത്ഥനയില്ല. കണ്ടോ? ഇനിയും കേട്ടോളൂ നിങ്ങള്. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ളാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും കൂടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്ത് പറയുന്നത്. തീർത്ത് പറഞ്ഞാണ്. ഇനി പിന്നെ അതിൽ വർത്താനല്ല. പക്ഷെ 2012 തീർത്ത് പൊളിച്ച് അത് പ്രാർത്ഥന ആണ് എന്ന് പറയണം, അല്ലെങ്കിൽ പുറത്താക്കും. അതപ്പോ എനിക്കുള്ള ഞാൻ ഒപ്പിടാത്ത പ്രശ്നം അതാ. അതിന് പ്രാർത്ഥന ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായി? കണ്ടോ ശിർക്ക് പ്രചരിപ്പിക്കുന്നു, കണ്ടോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. അദ്ദേഹം ആ പറഞ്ഞ നിലപാട് ഞാൻ പറഞ്ഞു. അതിൽ ദുആ അല്ല, അത് സാധാരണ വിളിയാണ്, അത് പ്രാർത്ഥന അല്ല, അതുകൊണ്ട് ശിർക്ക് വരൂല. മൂപ്പര് എന്താ പറഞ്ഞത്? ഇപ്പോ വ്യക്തമായിട്ട് മൂപ്പര് പറഞ്ഞു അത് അവരോടുള്ള പ്രാർത്ഥന അല്ല. പിന്നെ വിജനമായ സ്ഥലത്ത് മാത്രമേ ജിന്നുണ്ടാവുള്ളൂ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ എല്ലാ സ്ഥലത്തും നിന്ന് വിളിക്കാന്നായിരുന്നു. ഇപ്പോ നമ്മൾ വിജനപ്രദേശത്ത് വെച്ച് ആരെങ്കിലും അങ്ങനെ ചെയ്താല് പണ്ടുള്ള ആളുകൾ ആ ഹദീസ് സഹിയാന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് അവര് ശിർക്കിയതൊന്നും നിങ്ങൾ പറയണ്ട, നമ്മളവിടെ തഖ്ലീദ് ചെയ്യണ്ട. അത് പറഞ്ഞതിന്റെ പേരില് എന്നെ കുറിച്ച് കുറ്റപത്രത്തിൽ പറയാ ഇമാം അഹ്മദ് ചെയ്തു എന്ന് പറഞ്ഞ് ഇത് അനുവദനീയമാക്കുന്നു. അബ്ദുറഹ്മാൻ സൽമീരി തയ്യാറാക്കിയ കള്ള കുറ്റപത്രത്തിലുള്ളതാ. നമ്മളത് പറഞ്ഞത് ഇമാം അഹ്മദ് ചെയ്തത് പറഞ്ഞത് ശിർക്കില്ല എന്ന് പറയാനാ. അവിടെ മാത്രമേ ജിന്നുണ്ടാവുള്ളൂ. ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം നമുക്ക് മാർക്ക് ചെയ്യാം. ജിന്നുള്ള എങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? അപ്പൊ എല്ലായിടത്തും ജിന്നുണ്ടാവും. അത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുകയാണ്. ഇപ്പോൾ പറയുന്നത് ആണ് അല്ലെങ്കിൽ പുറത്താക്കും.
ഇതാ പ്രശ്നം. ഇതേ ഉള്ളു ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഉണ്ണിക്കുട്ടീനി പറയാ ഇബാദല്ല ചർച്ച ചെയ്യാൻ ഗൾഫിക്ക് പോണത്രേ. APയും DP ഒന്നും പോരണ്ട. നിങ്ങളൊരു നിവേദക സംഘത്തെ അയച്ചായി അബ്ദുറഹ്മാൻ സലഫിന്റെ നേതൃത്വം നിങ്ങളും പോന്നോളി, നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇവിടെ ചർച്ച ചെയ്തിട്ട് കൊളായില്ലപ്പോ. ഇവിടെ ഇപ്പൊ 8 കൊല്ലം ചർച്ച ചെയ്തിട്ട് കൊളായിതല്ല നിങ്ങൾ പറയണത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് ഇനിയും കൊളാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പണ്ഡിതന്മാരെ മുമ്പിൽ ഇരിക്കാം, നമ്മളെക്കാൾ വലിയ ആലിമീങ്ങളെ മുമ്പിൽ അവര് വിധി പറയട്ടെ. കേട്ടോ, ബാക്കി കേട്ടോളൂ. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. എന്താ പറഞ്ഞത്? ജിന്ന്, ഇത് ഈ ജിന്ന് മാത്രം പരിമിതപ്പെടുത്താൻ കഴിയൂല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ പറഞ്ഞെന്തറിയോ? ആര് പറഞ്ഞു ജിന്നുണ്ട്? ആര് പറഞ്ഞു ഇമാം അഹ്മദിന്റെ ജിന്നുണ്ട്? ആരാ പറഞ്ഞു? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. അങ്ങനെ റിവായത്ത് ഉണ്ട് എന്നാണ്. ഞാൻ എത്ര സ്റ്റേജ് ഇട്ടിട്ട് ആ റിവായത്ത് കൊണ്ടുവരും. അഹ്ലുസുന്നത്തിന്റെ ഏത് കിതാബിലാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്ന് മാത്രമാണെന്ന് പറയുന്ന റിവായത്ത്? മലായിക്കത്തും പൊടുന്ന റിവായത്തുണ്ട്. പിന്നെ മൂപ്പര് ഖുറാഫിൽ കേണിച്ചു കൊടുക്കാം, അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിൽ പക്ഷാന്തരല്ല. എങ്ങനെയുണ്ട്? വിജനമായ സ്ഥലത്തെ ആരാ അവിടെ അറിയാത്ത മനുഷ്യന്മാര്? ഖുറാഫികളെ റിജാലുൽ ഗൈബ്. ഖുറാഫികള് ബദ്രീങ്ങളെയും മൊയ്തീൻ ശൈഖിന്റെ ഒക്കെ റൂഹ് ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. അവര് വിളിച്ചാ കേൾക്കും. അവരാണ് റിജാലുൽ ഗൈബ് അല്ലേ? ആ റിജാലുൽ ഗൈബിനെ വിളിക്കാന്നുള്ള പക്ഷാന്തരല്ല. സംസ്ഥാന സെക്രട്ടറി തട്ടിവിടുക. ആര് പറഞ്ഞു പക്ഷാന്തരല്ലാന്ന്? പക്ഷാന്തരല്ല പറഞ്ഞ തർക്കമല്ലാന്നല്ലേ, അഭിപ്രായ വ്യത്യാസമല്ലാന്ന്. വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഖുറാഫികളെ വാദം തന്നെ അതാ, അറിയാത്ത മനുഷ്യന്മാരെ വിളിച്ചാൽ. പിന്നെ ജിന്നും അതിലുൾപ്പെടും, മലക്കും അതിലുൾപ്പെടും. അപ്പൊ ജിന്നും മലക്കും പെടും ആര് പറഞ്ഞു? മനുഷ്യൻ എന്നാണ് അബ്ദുറഹ്മാൻ സലഫി ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇപ്പൊ നമ്മളെ അനസ് മുസ്ലിയാർ പറയാണ്, ഇപ്പൊ നമ്മള് കടത്തുണ്ടല്ലോ, പെരിയാറിനൊക്കെ കടത്തുള്ള മൂപ്പര് അവിടെ ഇപ്പൊ പുഴയ്ക്ക് കടത്തുള്ളപ്പോ രാത്രി 12 മണിക്കുന്ന കടത്തുകാരുണ്ടാവില്ല. അപ്പൊ നമ്മള് ഇത് കൂക്കും അല്ലേ? അതാരെയാ? ജിന്ന് തോണിയും കൊണ്ട് വരട്ടെന്ന് വിചാരിച്ചിട്ടാ ആലുവലുമ്പം പറയാ. അത് മനുഷ്യനാ ഉദ്ദേശം. അതുപോലെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞുകൊണ്ട് ഉദ്ദേശമുള്ളൂ, മനുഷ്യരേന്ന് ഉദ്ദേശിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ് എന്നാ ശിർക്കാവില്ല. ഇവിടെ മനുഷ്യരാന്നോ ജിന്ന് മാത്രമാണെന്ന് പരിമിതപ്പെടുത്താൻ പറ്റില്ല. അവരും പെടും, മലക്കുകളും പെടും. അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചും അങ്ങനെ വിളിക്കാം. ഇനി കേട്ടോളൂ. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. അതിൽ ശിർക്ക് വരുന്നില്ല. ഇപ്പൊ പറഞ്ഞതിൽ ശിർക്ക് വരുന്നുണ്ട് എന്ന് പറയണം, അതിന് ഒപ്പിട്ട് കൊടുക്കണം. സക്കരിയ സലാഹിയെ നിർബന്ധിച്ചൊപ്പിടിച്ചു. എന്തിന്? ശിർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ ശിർക്ക് വരും എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം. അപ്പൊ മണ്ണാർക്കാട് ഞാൻ പറഞ്ഞ ഇസ്തിഗാസല്ല, ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. സലഫി ഉലമാക്കളുടെ മറുപടിയാണ്, അത് മാറ്റണം. ആരാ സുഹൃത്തുക്കളെ തൗഹീദിൽ വെള്ളം ചേർത്തുന്നത്? നിങ്ങൾ പറ, ആരാ പുതിയ ആദർശം കൊണ്ടുവരുന്നത്? ഇതാണ് തൗഹീദ് 2012 എന്ന് ഞങ്ങൾ പറയണത്. ഇത് 2012 പുതിയ തൗഹീദാണ്. 2006 അബ്ദുസ്സലാം സല്ലവി ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി. അതിന്റെ വാല് പിടിച്ചുകൊണ്ട് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടി ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി. ഞങ്ങൾ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ തൗഹീദ് ഏതോ അതിൽ നിൽക്കണം. പണ്ട് ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും ശിർക്കല്ല, ഖിയാമത്ത് നാൾ വരെയും ശിർക്കല്ല. പണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെയും ശിർക്കാണ്. അല്ലെങ്കിൽ നമ്മളും ജമാഅത്തേനും തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? ജമാഅത്തെ ഇസ്ലാമിക്കാർ ശിർക്കാണ് പിന്നെ ശിർക്കല്ല എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യൽ ശിർക്ക്, സ്ഥാനാർത്ഥിയാകൽ ശിർക്ക്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കൽ ശിർക്ക്, MLA ആകൽ ശിർക്ക്, MP ആകൽ ശിർക്ക്, കോടതി പോലെ ശിർക്ക്, സ്കൂളിൽ പോലെ ശിർക്ക്, ഒക്കെ ശിർക്ക്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലിട്ടോ, മൂട്ടകടി കൊണ്ടോ, കോതമ്പക്കഞ്ഞി കുടിച്ചു, അപ്പോ പുറത്തു വന്നപ്പോ ശിർക്ക് ഇങ്ങനെ പോയി. ഒക്കെ ശിർക്കല്ല.
അങ്ങനെ പോയി വോട്ട് ചെയ്യൽ ഹലാലായി, വോട്ട് ചെയ്യൽ പുണ്യായി. ഇപ്പൊ സർക്കാർ ജോലി, സംസ്ഥാന അമീറിന് വരെ സർക്കാർ ജോലിയാ. എന്നിട്ട് അമീർ പണിന്ന് അവസാനം ലീവ് എടുത്തിട്ട് 6 മാസം ജോയിൻ ചെയ്തു പെൻഷൻ കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഒക്കെ ഹലാലർക്ക് സുന്നത്താണ്. അപ്പൊ നമ്മൾ ജമാഅത്തേരോട് മറുപടി പറയുമ്പോ പറയും, ജമാഅത്തുകാരാ ഇസ്ലാമിൽ ഒരു കാര്യം ശിർക്കാണ് ശിർക്കാന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്കല്ല എന്നാവോ? ഏത് ഇസ്ലാമാങ്ങളത്? അധികാരത്തിന് വേണ്ടി ഇലാഹി റബ്ബ് ഇബാദത്ത് ദീനെന്നീ 4 സാങ്കേതിക സംജ്ഞകള് മൗദൂദി ദുർവ്യാഖ്യാനം ചെയ്യിച്ച് ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതന്നെയല്ലേ പിന്നെ നമുക്ക് ജമാഅത്തിനോട് പറയാൻ പറ്റുമോ? ജമാഅത്ത് ചോദിക്കൂലേ, നിങ്ങൾ കുറെ ശിർക്കല്ലാറിനെ ഈ കാര്യം ഇപ്പൊ നിങ്ങൾ ശിർക്കാന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് മാറ്റം വന്നോന്ന് എന്തു പറയാൻ പറ്റും? ചില ആളുകൾ പറയണേ, എന്താ സക്കരിയ സലാഹിക്കത് ശിർക്കാന്ന് ഒപ്പിട്ട് കൊടുത്താല് കൂട്ടരെ ദീൻ ഇന്റേതാണോ എനിക്കിങ്ങനെ മാറ്റാനും മറിക്കാനും പറ്റുമോ? അള്ളാഹുവിന്റെ ദീനല്ലേ. ഒരു കാര്യം ശിർക്കോ കുഫ്റോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹു പറയണം, റസൂല് പറയണം. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹറാം ഇത് ഹലാൽ എന്ന് നിങ്ങൾ പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിന്റെ പേര് നിങ്ങൾ കളവ് കെട്ടി പറയലാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടി പറയുന്നവർ വിജയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ശിർക്കെന്നോ കുഫറെന്നോ ഹുക്മ് പറയണമെങ്കിൽ അത് അള്ളാഹു പറയണം, അല്ലെങ്കിൽ റസൂല് പറയണം. സുഹൃത്തുക്കൾ, ആരും ഇവിടെ ജിന്നിനെ വിളിക്കാന്ന് പറയുന്നില്ല. ഭൗതിക കാര്യം ചോദിക്കാന്നോ അല്ലെങ്കിൽ കൈവപ്പെട്ടത് ചോദിക്കാന്നോ വിജനത്തെ ഒന്നും പറയുന്നില്ല. എല്ലാം ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണതെന്നാണ് തീർത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ടും നമ്മളെ പിന്നെ ശിർക്കാരോപിക്കാണ്. ഉണ്ണിക്കുട്ടി മൗലവിയെ പറ്റി, ഇസ്ഹാഖ് മൗലവിയെ പറ്റിയൊക്കെ ഈ പൊതു സ്റ്റേജിൽ പാലക്കാട് വന്ന് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അത്രമാത്രം ഇടപഴകി ജീവിച്ചവരാണ്. പക്ഷെ അവരതെല്ലാം മറന്നു. എന്നെ കുറിച്ച് അവർ ആളുകളെ കാതിൽ നിന്ന് കാതിലേക്ക് ഈ ശിർക്കാരോപണം കൊണ്ടുപോയി നമ്മുടെ പ്രവർത്തകർ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുകയാണ്. തച്ചമ്പാറയില് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെ വിളിച്ചപ്പോഴാണ് അപ്പോ വിജനപ്രദേശത്ത് വെച്ച് ഹാദറാജിനെ വിളിക്കാന്ന് സക്കരിയ കൈപ്രാൻഡ് എന്നാണ് നമ്മൾ കേട്ടത്. ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? ആരാണ് ഈ CD പ്രചരിപ്പിച്ചത്? എടവണ്ണയിലെ CD അലനെല്ലൂരിൽ ഒരുത്തൻ വിതരണം ചെയ്യുന്നു. പാലക്കാഴിയിലും വെണ്ണിയാലിലും ഒക്കെ ഇങ്ങനെ ചില ആളുകൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. എടവണ്ണയിലെ മുശിരിക്കാക്കൽ സമ്മേളനം ഇപ്പൊ കണ്ടില്ലേ ചീറിയത്? ആ CD അത് കൊണ്ടേ കൊടുക്കാൻ ആളുകൾ. അപ്പോ ഇവിടെ ജിന്നിനെ വിളിക്കാന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടെന്ന് വരുത്തി തീർത്ത് KNM പിടിച്ചെടുക്കാനുള്ള തന്ത്രമായിരുന്നു അത്. ഉണ്ണിക്കുട്ടി മൗലവിയോട് വളരെ ബഹുമാനത്തോടെ പറയട്ടെ, മൗലവി 6 കൊല്ലായി ചർച്ചയില്ല. ഇത് 2011 ഇലക്ഷനോടനുബന്ധിച്ച് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ ചർച്ചയാണ്. എന്തിനു വേണ്ടി? ഈ സംഘടന പിടിച്ചെടുക്കാൻ. ഈ സംഘടനയിൽ ഒരു കൂട്ടർ ഇതാ ശിർക്കിലേക്ക് പോകുന്നു എന്ന് വരുത്താൻ. എന്നിട്ട് യുവഘടകത്തെ മാറ്റി നിർത്തി ISM-നെ പിരിച്ചുവിട്ട് MSM-നെ പിരിച്ചുവിട്ട് പുതിയ ISM-ഉം പുതിയ MSM-ഉം ഉണ്ടാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ മുജാഹിദ് പ്രസ്ഥാനം, അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, അതിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സുലൈമാൻ സാഹിബിനെ പോലെയുള്ള നിഷ്കാമ കർമ്മികൾ പടുത്തുയർത്തിയതാണ് പാലക്കാട് ജില്ലയിലെ മുജാഹിദ് പ്രസ്ഥാനം. അലുവ കച്ചവടം നടത്തിയിരുന്ന അലി സാഹിബ്, അലി മൗലവി, നിങ്ങൾക്കറിയാം, വളരെ നിഷ്കളങ്കരായിരുന്നു അവരൊക്കെ സുലൈമാൻ സാഹിബിനെ പോലെയുള്ള നിഷ്കളങ്കരായ ആളുകൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ ഇന്ന് ഒരു കോക്കസിന് വേണ്ടി ഉണ്ണിയൻകുട്ടി മൗലവി തീരെഴുതി കൊടുക്കാൻ ശ്രമിച്ചാൽ പാലക്കാട്ടെ മുജാഹിദുകൾ അത് ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് മാത്രമേ കുതന്ത്രമുള്ളൂ എന്ന് വിചാരിച്ചത്? നിങ്ങൾ കാണിച്ച കുതന്ത്രങ്ങളെ കെട്ട് ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. പക്ഷെ മൂന്നാമതൊരു കക്ഷി ഇത് മുതലെടുക്കുമെന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ 6 മാസം ഞങ്ങൾ ക്ഷമിച്ചത്, മിണ്ടാതിരുന്നത്. എന്നിട്ട് നിങ്ങൾ നിഷ്കരുണം എന്നെ പുറത്താക്കിയാൽ ഞാൻ വീട്ടിലിരിക്കും. പക്ഷെ നിങ്ങൾ പത്രങ്ങളിലൂടെ ശിർക്കാരോപിച്ചു, നിങ്ങൾ സർക്കുലർ ഇറക്കി, നിങ്ങൾ മുഖാമുഖം നടത്തി, ജനങ്ങളെ മുമ്പിൽ ഞങ്ങളെ മുശ്രിക്കായി ചിത്രീകരിച്ചു. മുവഹിദുകളെ മുശ്രിക്കാക്കുന്നത് ഇനിയും ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. ജനങ്ങൾ ചോദിക്കാണ്, പറയണ്ടേ, ഞങ്ങള് വിശദീകരിക്കണ്ടേ ഞങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസിന്റെ പേരിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാനല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ഇസ്ലാഹിൽ വന്നതിനെ പറ്റി ഇതിന്റെ ബാക്കി സലഫി പറയുന്നത് കേട്ടോളൂ. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാൽ അൽ ഇസ്ലാഹിലുണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിനെ തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം.
അപ്പൊ അൽ ഇസ്ലാഹില് ശിർക്കുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞോ? ഇപ്പൊ മൂപ്പരിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞെന്താ? 4-ാമത്തെ നമ്പർ, ജബ്ബാർ മൗലവി ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. മൂപ്പര് 2009 ശിർക്കുണ്ട് എന്ന് പറഞ്ഞോ? അതിൽ ചെറിയ സ്ഖലിതം സംഭവിച്ചിരുന്നു. നേരത്തെയുള്ള ക്ലിപ്പിൽ സ്ഖലിതം എന്നാ, അത് നമ്മൾ അവസാന ഭാഗം കാണിച്ചില്ല. ഇതിൽ പറയുന്നത് എന്താ? അതിൽ ചില തെറ്റ് വന്നിരുന്നു. ആ തെറ്റ് ലേഖകൻ തന്നെ തിരുത്തി ശേഷമുള്ള ലക്കത്തിലുണ്ട്. ലേഖകൻ തിരുത്തിയിട്ടില്ല, അനസ് മൗലവിയും കൂട്ടരും തിരുത്തി. അനസ് തന്നെ പറയുന്നത് തിരുത്തല്ല, വിശദീകരണമാണ്. കണ്ടോ? ശരി, നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെട്ടതല്ലേ? അനസ് മൗലവിക്കും അബ്ദുറഹ്മാൻ സലഫിക്കും അത് ശിർക്കാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ട് പിന്നെ 2012 വരെ 5 കൊല്ലം നിങ്ങൾ മുജാഹിദുകളെ വഞ്ചിക്കുകയായിരുന്നു. ശിർക്കായ ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടും ശിർക്കല്ല ശിർക്കല്ല ശിർക്കല്ല. ഇപ്പോൾ മൂപ്പര് കൊണ്ട് ശിർക്ക് വരുന്നില്ല എന്നല്ലേ? എന്തിനാ ഞങ്ങൾ ന്യായീകരിച്ചത്? ഇസ്ലാഹ് മാസിയെ കൂട്ടിക്കെട്ടി ന്യായീകരിച്ചു. യായിബാദറിന് ശിർക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇസ്ലാമിന് ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തേ പറഞ്ഞു മൂപ്പര്? എന്തേ പറഞ്ഞു? അത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞോ? അതിൽ തെറ്റുണ്ടായിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. ലേഖകൻ തിരുത്തി, അതുകൂടി വായിച്ചാൽ ക്ലിയർ ആയി. ഇനിയും നിർത്തുന്നില്ല മൂപ്പര്. ഇനി ആജറാബി സംഭവത്തിലേക്ക് പോവുക, ഇതൊന്നുകൂടി ക്ലിയർ ആക്കാൻ. യായിബാദല്ലയിൽ ശിർക്കുണ്ടോ എന്ന ചോദ്യം ക്ലിയർ ആക്കാൻ ഏത് ഹദീസാ കൊണ്ടുവരുന്നത്? ബുഖാരി ഉദ്ധരിച്ച ഹാജറാ ബീവി സംഭവം. കേട്ടോളി. ഇനി ഒന്നുകൂടി ഞാൻ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഹാജറാ ബീവി ഇങ്ങനെ ഇസ്മായിൽ വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളിൽ, അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് ഇന്നൊന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ് എന്ന്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാൽ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ? അഗീസ്. അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? അഗീസ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാർ ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ അഗീസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി, എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടുമെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. കണ്ടോ? അപ്പൊ ഇതിൽ പ്രാർത്ഥന അല്ല, സഹായ തട്ട് അതിലില്ല. എന്തിനാണ് ഇവിടെ ചോദിച്ചത്? യായിബാദുള്ളനെ പറ്റിയ മറുപടി പറഞ്ഞപ്പോ ഇസ്ലാഹിനും കൂടി കൂട്ടി. ഇസ്ലാഹിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് യായിബാദുള്ളേറ്റ് ഒരു ബന്ധമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? നിങ്ങൾ എന്തിനാ ഇസ്ലാഹിൽ വന്നത് പറഞ്ഞത്? അത് യായിബാദുള്ളേറ്റ് ബന്ധമല്ലാന്ന് പറഞ്ഞോ മൂപ്പര്? പറഞ്ഞില്ല. അപ്പൊ നമ്മളൊക്കെ അതേ ചെയ്തിട്ടുള്ളൂ. യായിബാദുള്ള ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ എവിടെ ശിർക്ക് എന്ന് നമ്മൾ ചോദിച്ചു. അത് ചോദിച്ചത് അപ്പൊ എന്റെ പേര് ശിർക്കാരോപിക്കാനുള്ളത്. എന്നാ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് വല്ല ഷോക്കോസ് നോട്ടീസ് ഉണ്ടോ? ഈ സീഡ് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ജിദ്ദയിൽ 2009 പ്രസംഗിച്ച ഈ സീഡ് ഇന്നുമുണ്ട്. ഇപ്പോ മുഖ്യശത്രു എന്ന പേരിൽ ഒരു സീഡ് ഇറക്കിയിട്ട് അവസാനം വിചിന്തനത്തിൽ പരസ്യം കൊടുത്തു, സംവാദം മൾട്ടിമീഡിയക്കാർ ഞങ്ങൾ ആ സീഡ് പിൻവലിച്ചിരിക്കുന്നു. കാരണം നേതൃത്വം പിൻവലിക്കാൻ പറഞ്ഞതാ. പ്രസംഗിച്ച അയാള് പറഞ്ഞു, എനിക്ക് ചില പണ്ഡിത അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ തെറ്റുപറ്റി. എന്നാ ഇവര് പിൻവലിച്ചോ? ഉണ്ണിയൻകുട്ടി വലി പറഞ്ഞല്ലോ, സക്കരിയ സലാഹി ഉണ്ടാക്കിയിട്ടുള്ള ഈ ആശയക്കുഴപ്പം തീർക്കാൻ എന്താ വിചിന്തനത്തിൽ ലേഖനം എഴുതിയാല്? എന്നാ അബ്ദുറഹ്മാൻ സലഫിന്റെ ലേഖനം വരട്ടെ, അനസ് മൗലിന്റെ ലേഖനം വരട്ടെ,
ഹനീഫ് കായക്കൊടിന്റെ ലേഖനം വരട്ടെ. ഇത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഹാജറ ബീവി സംഭവം എന്താ അവര് പറഞ്ഞത്? ഹാജറ ബീവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ആരെയും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം തന്നപ്പോ ചില ആളുകൾ ഡും 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 എന്നൊക്കെ പറയും. അതല്ല, ഒരു മനുഷ്യന്റെ ശബ്ദം പോലത്തെ ശബ്ദം. ഫലം തറാഹദൻ, ആളെ കാണുന്നില്ല, ഒച്ച കേൾക്കുന്നില്ല. അശരീരി എന്ന് പറയും. ശരീരമുണ്ട് പക്ഷെ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. കണ്ടോ? അത് ശിർക്കായോ? ശിർക്കായില്ല. അതെന്നെ ഇസ്ലാഹിലേ ഉള്ളൂ. കേട്ടോളൂ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ആര് പറഞ്ഞു? ഹാജറബി പറഞ്ഞു, എന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞാൽ ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് ഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അപ്പൊ ഈ വാചകം ഹാജറ സംഭവത്തിന്റെ വെളിച്ചത്തിൽ ശിർക്കല്ല എന്ന് ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ പറഞ്ഞു. ഇപ്പൊ സലഫിയും പറഞ്ഞല്ലോ. ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ എന്നെ സഹായിക്കുമോ? ആരാ അവിടെ? അത് മലക്കല്ലേ? മലക്കാന്ന് ആദ്യം അറിയോ? അറിയില്ലല്ലോ. ഇനി മലക്കാന്ന് അറിഞ്ഞപ്പോ അതോ ശിർക്കായിപ്പോയല്ലോ, ക്ഷമിക്കണം കേട്ടോ, ഞാൻ ശിർക്ക് ചെയ്തു പോയി എന്ന് പറഞ്ഞോ? ഹാജറ ബീവി? ഹാജറ സംഭവം നമുക്ക് മാതൃകയല്ല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നമ്മള് ഹാജറ ബീവിയുടെ സംഭവം ഇതാ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇസ്തിഗാസ അർ-റദ്ദു അലൽ ബക്രി എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയാണ്, വഖൗലു ഹാജർ അഗിത് ഇൻ കാന ഇൻദക ഖൈറ വഗവാത്. ഹാജറ ബീവി പറഞ്ഞല്ലോ, നീ എന്നെ സഹായിക്കുമോ, നിന്റെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ എന്ന വാക്ക് ഇൻ ജുഇല ഖൗലുഹാ ഹുജ്ജതൻ ഫി ശറഅ്, നമ്മുടെ ഈ ശരീഅത്തിൽ ഹാജറ ബീവിയുടെ വാക്ക് ഒരു ഹുജ്ജത്താണെങ്കിൽ ഫഇന്നമാ യദുല്ലു അലൽ ജവാസ്, നമുക്കും അങ്ങനെ ആളെ കാണാത്ത ഒച്ച കേട്ടാൽ സഹായം ചോദിക്കാം, അത് ജായിസാണ് എന്ന് വരും. വഇല്ലം യുജഅൽ ഹുജ്ജതൻ ഫി ശറഇ, എന്നാൽ അവരുടെ വാക്ക് നമ്മുടെ ഈ ശരീഅത്തിൽ ഹുജ്ജത്തല്ലെങ്കിൽ വഹുവ സ്വവാബ്, അതാണ് ശരി, അത് ഹുജ്ജത്തല്ല. ഫഇന്നഹാ ലൈസത് നബിയ്യതൻ, കാരണം അവർ നബിയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അവരാ വാക്ക് നമുക്ക് ഈ ശരീഅത്തില് തെളിവല്ല. എന്നാൽ ഫലാ യദുല്ലു അലാ ജവാസിഹി, അതുകൊണ്ട് ഹാജറ ബീവി ചെയ്യുന്നത് പോലെ ശബ്ദം കേട്ടാൽ സഹായം ചോദിക്കാൻ പറ്റില്ല, അത് ജായിസല്ല. അങ്ങനെ സഹായം ചോദിക്കണം ഇസ്ലാഹിലുമില്ല. ഒരാൾ അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. ഇതാർക്കുള്ള മറുപടിയാ? ഖുറാഫാത്തിലേക്ക് കൊണ്ടാകാനുള്ള ലേഖനം എന്നാ പറഞ്ഞത്. ഖുറാഫികൾക്ക് മറുപടി അത്. ജിന്നും മലക്കും അഭൗതിക ജീവികളല്ലേ, അവരുടെ കഴിവ് അഭൗതികമല്ലേ, അള്ളാഹ്ക്ക് മാത്രമേ അഭൗതിക കഴിവുള്ളൂ എന്ന് പറഞ്ഞ മുജാഹിദുകളെ, നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്ന് ഖുറാഫി ചോദിച്ചപ്പോ അതിന് കൊടുത്ത മറുപടി അത്. ഇവരൊക്കെ സലഫി പണ്ഡിതന്മാരൊക്കെ ഇത് മറുപടി കൊടുത്തത് സൂഫികൾക്കും ഖുബൂരികൾക്കുമാണ്. അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തുമുള്ള നിലപാട് ഇതാണ്. എന്നാൽ ഹാജറ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെ ചോദിക്കാം. ശബ്ദം കേട്ട് ആളുടെ മലക്കിന്റെയോ ജിന്നിന്റെയോ സാന്നിധ്യം ഉറപ്പിച്ചാൽ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത് ആരാ? അനസ് മുസ്ലിയാരാ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഞാനിപ്പോ പുറത്താക്കപ്പെട്ടവനായി ഒരു മെമ്പർ പോലും അല്ലാത്തതുകൊണ്ട് എന്നെ പറ്റി എന്തും പറയാന്ന? നിങ്ങൾക്ക് സംഘടനയിൽ നിന്ന് പുറത്താക്കാം, ലെറ്റർ പാഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, അധികാരം നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലേ? പക്ഷെ മുജാഹിദുകളുടെ മനസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ മുജാഹിദുകളുടെ കൂടെ തന്നെ ഈ ദഅവത്ത് രംഗത്തുണ്ടാകും എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടനയുടെ മെമ്പർഷിപ്പ് ഇല്ലാതെയും ഇവിടെ ദഅവത്ത് നടത്താൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇരിക്കട്ടെ. ഇനി കേട്ടോളൂ, നിങ്ങൾ അനസ് മുസ്ലിയാരോട് ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇത് ഹനീഫ കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും 2011 ഡിസംബർ മാസത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമർപ്പിച്ചിട്ടുള്ള പ്രബന്ധമാണ്. 2011 ഡിസംബർ, കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ്. അതിൽ യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസിനെ കുറിച്ച് കൊടുത്ത നിലപാട് ഇതിന്റെ 16ാമത്തെ പേജിൽ കാണാം. കേട്ടോളൂ. യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. സൂക്ഷ്മ പഠനത്തിന് ശൈഖ് നാസിറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫ വായിക്കുക, നമ്പർ 615. അടുത്ത പാരഗ്രാഫ്. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും
അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3, യാ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. വരന്നെ പറയാം, മലക്കും ജിന്നും ആരെ പറഞ്ഞു? നിങ്ങൾ കൊടുത്ത പ്രബന്ധത്തിലുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. എന്നിട്ടോ നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാലറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ സൂക്ഷ്മവും പ്രമാണബദ്ധവും അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. അതെന്താ അറിയോ? ഗൈബിയാണ് ഇവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗൈബി എന്ന് പറഞ്ഞാൽ എന്താ? അവരെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല, അള്ളാഹുവും റസൂലും പറയാതെ, വേറെ അർത്ഥമില്ല. പിന്നെ ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ശൈഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലുള്ളവർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ജിന്നുകളുള്ള സഹായതേട്ടം ശിർക്കാണെന്ന് തന്നെ വ്യക്തമാക്കുന്നു. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? പക്ഷെ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് മലക്കുകളാണ് ഉദ്ദേശിച്ചാൽ ശിർക്കാവൂല എന്ന് അൽബാനി തന്നെ പറഞ്ഞില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല. 2011 ഡിസംബറിൽ വരെ യാ ഇബാദല്ലാഹയെ കുറിച്ചുള്ള നമ്മുടെ നിലപാട് ഇതാണ്. എന്നിട്ട് ഉണ്ണിയൻകുട്ടി മൗലവി ഞാൻ കൊടുത്ത കത്തിൽ നിന്ന് ഈ വാറോലനെ പറ്റി എത്രയാണ് ഇയാൾ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ? മൂവാറ്റുപുഴ സംവാദത്തിൽ വെച്ച് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോ ശിർക്കാണെന്ന് പറഞ്ഞു. അല്ലേ? ആ ക്ലിപ്പുണ്ടോ? നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ്? സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശിരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശിരിക്കാണോ ഇയാൾ മുശിരിക്കാണോ? അങ്ങനെ ആളെ മുശിരിക്കാക്കലല്ല ഞങ്ങളുടെ പണി. എങ്ങനെയുണ്ട്? 2007 എഴുതി 2011 വരെയും ന്യായീകരിച്ചു. 2012 യോഗം കൂടി തീരുമാനിച്ചു ശിർക്കാണെന്ന്. എന്നിട്ട് 2012 പുതിയ തൗഹീദേറ്റ് വാദപ്രതിവാദം നടത്തി. അത് ശിർക്കാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. മൂവാറ്റുപുഴയിൽ നമുക്ക് സംഭവിച്ച അബദ്ധം അതാണ്. ജബ്ബാർ മൗലവി എഴുതിയത് ഷിർക്കാണ് എന്ന് പറയുന്നതോടുകൂടി ആരൊക്കെ ഷിർക്ക് ചെയ്തവരായി? ഇമാം അഹ്മദ് ഷിർക്ക് ചെയ്ത ആളായി, ഇമാം ബൈഹഖിയായി, ഇമാം തബറാനിയായി, നബവിയായി. അങ്ങനെ സുഹൃത്തുക്കളെ, മുൻകാലത്ത് ഇതുകൊണ്ട് അമൽ ചെയ്തവരൊക്കെ ശിർക്കന്മാരും ശിർക്ക് പ്രചാരകരുമായി തീർന്നു. ഇത് ഗൗരവമുള്ള കാര്യമാണ്. മുജാഹിദുകൾക്ക് സഹിക്കാൻ കഴിയില്ല. മുജാഹിദ് പണ്ഡിതന്മാർക്ക്, പഴയകാല പണ്ഡിതന്മാർ ആരും പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണിത്. അതാണ് MT വിഷൻ CD ഇറക്കി. ഇതങ്ങനെ പറയാൻ പറ്റൂല, നിങ്ങൾ തന്നെ ഇത് ശിർക്കല്ല എന്ന് പറഞ്ഞ എത്രയോ CD-കൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും പിൻവലിക്കാതെ നിങ്ങളങ്ങ് യോഗം കൂടി ഓട്ടിനിട്ട് തീരുമാനിച്ചാൽ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് CD ഇറക്കി. ഇനി സുഹൃത്തുക്കളെ, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഷൗക്കാനി സലഫി ആദർശമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഷിയ പണ്ഡിതനാണെന്നാണ് അനസ് മുസ്ലിയാരോട് പലരോടും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഷിയാക്കളിൽപ്പെട്ട സൈദിയ വിഭാഗം, അഹ്ലുസുന്നയോട് അടുത്തൊരു വിഭാഗമാണ് ഫിഖ്ഹിന്റെ കാര്യത്തിൽ. അതിലൂടെ പഠിച്ചു വളർന്ന ആളാണെന്ന് നിരൂപകന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അഖീദ സലഫി അഖീദയാണെന്നാണ് പൊതുവേ നമ്മുടെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ KNM ഇറക്കിയ പുസ്തകം തന്നെ അഹ്സനി അവിടെ എടുത്ത് വായിച്ചു. മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ സലഫി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം. അതിൽ പറയുന്നത് അൾജീരിയ ഭാഗത്ത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആദർശം ഉൾക്കൊണ്ട സലഫി പണ്ഡിതനായിരുന്നു ആര്? ഷൗക്കാനി എന്നാണ്. അപ്പൊ ഷൗക്കാനി ഈ ഹദീസിനെ കുറിച്ച് തുഹ്ഫത്തുദ്ദാക്കിർ എന്ന പ്രാർത്ഥനാ പുസ്തകത്തിൽ പറഞ്ഞു, ഈ ഹദീസിൽ കണ്ണിൽ കാണാത്തവരോട്, അതായത് മുസ്ലിം ജിന്നുകളോ മലക്കുകളോടോ, അവരോട് സഹായം ചോദിക്കൽ ജായിസാണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊരു മുസ്ലിയാർ ചോദ്യം ചോദിച്ചു, അപ്പൊ ഞങ്ങൾ ചെയ്യണ ഇസ്തിഗാസ അത് ജായിസാണെന്നല്ലേ നിങ്ങളെ ഷൗക്കാനി പറയുന്നത്? വാസ്തവത്തിൽ സംഗതി എന്താ? ഒന്ന്, ഷൗക്കാനി ആ ഹദീസ് സഹീഹാണെന്ന് വിചാരിച്ച് എഴുതിയതാ.
അപ്പോൾ നമുക്ക് അത് ലൈഫാണ്, ഷൗക്കാനിന്റെ നിഗമനം തെറ്റാണ്. ഇനി സഹീഹാണെങ്കിൽ തന്നെ മൂപ്പര് പറഞ്ഞത് എന്താ? നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയാണോ? അല്ല, കണ്ണിൽ കാണാത്ത അതേസമയം അവിടെ ഹാളിറുള്ളവരോട് ചോദിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും തർക്കത്തിലുള്ള ഇസ്തിഗാസയല്ല. പക്ഷെ ആ മറുപടി ആണ് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ഈ മൂപ്പര് ആ മറുപടി തന്നെ പറയാണ്. മൂപ്പരത് ജായിസാണെന്നാ പറയുന്നത്. ഒരു മലക്ക് ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെന്ന് വിചാരിച്ചാൽ ചോദിക്കാം, തെറ്റല്ല, കുറ്റകരമല്ല. നമ്മൾ പറയണതോ തെറ്റാണ്, കുറ്റകരമാണ്, ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണ്. കാരണം നബി അത് പഠിപ്പിച്ചിട്ടില്ല. കണ്ടോ, ഷൗക്കാനിയ പറഞ്ഞതോ, ഷൗക്കാനിയ പറഞ്ഞത് ഹദീസ് സഹിയാണെന്ന് എനിക്ക് പറഞ്ഞതാണ്, ഹദീസ് ദഈഫാണെന്ന് നമുക്കൊന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ആറ്റിങ്ങൽ വെച്ച് 2009 അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഷൗക്കാനി മുശ്രിക്കാണോ എന്ന്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേട്ടോളൂ. അപ്പൊ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ അള്ളയല്ലാത്തവരെ ആരാധിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശിർക്കാണ്, കുഫ്രാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതേ ഷൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവർ, കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടുപോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച് തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മള് അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കാണെന്ന് വിചാരിക്കുക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മൊയ്താർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ഷൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, എന്ത്? ശബ്ദം കേട്ടിട്ട് ആളെ കാണുന്നില്ല, അപ്പൊ ഒരു മലക്കിന്റെ അവിടെ ഉണ്ട് എന്ന്, മലക്കവിടെ ഹാളിറുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ അതിനോട് ചോദിക്കാം എന്നാ പറയുന്നത്. മുജാഹിദുകൾക്ക് അങ്ങനെ വാദം ഉണ്ടോ? നിങ്ങൾ പറയും. ഇപ്പൊ ഇവരെ മുഖാമുഖം അങ്ങനെ സദസ്യരോട് ചോദിപ്പിക്കല, ചോദിച്ചിട്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. നമ്മളെ നാടൻ സർക്കസുകാരില്ലേ,
ചെറിയ ഗ്രാമങ്ങളിലൊക്കെ വന്നിട്ട് 4 മണിക്ക് ഇങ്ങനെ കുട്ടികളെയൊക്കെ കൂട്ടി അങ്ങനെ ആ മക്കളെല്ലാവരും ഒന്ന് കൈയടിച്ചാട്ട് എല്ലാവരും കൈയടിക്കും, മക്കളെല്ലാവരും ഒന്ന് ഉമ്മാനെ വിളിച്ചാട്ട് ഉമ്മാന്ന് വിളിക്കും. ഈ രൂപത്തിൽ